ഹായ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് ഞാനെങ്ങനെയാണ് കാനഡയിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്താണ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഡിപ്പെൻഡ്സ് ആയിരിക്കും. കാരണം ചിലർക്ക് കുറേ വർഷങ്ങളെടുക്കും, ചിലർക്ക് അത് ഈസി ആയിട്ട് 3 months 6 monthsനുള്ളിലൊക്കെ നടക്കും. പക്ഷേ എനിക്ക് ഇയേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ ടൈം എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് IELTS ആണ്. IELTS എക്സാം ഞാൻ 2 വട്ടം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഓവറോൾ 6.5 ആയിരുന്നു. അപ്പോൾ ഞാൻ അത് സെക്യൂർ ചെയ്തു. അതിനുശേഷം ലോൺ, അതായത് ഇപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ എടുക്കുന്നത്, ചിലപ്പോൾ സെൽഫ് ഫിക്സ്ഡ് FD അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണാണെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടാണ്. അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് 3 months എടുത്തു. പിന്നെ എനിക്ക് ഇവിടെ നമുക്ക് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്ററിന് വേണ്ടി വന്നു. അതും ഏകദേശം 3 months എടുത്തു അതൊന്ന് പ്രോസസ്സായി വരാനായിട്ട്. ആ ഒരു GAC എമൗണ്ട് 6 to 12 ഷിഫ്റ്റിൻ്റെ പീരീഡിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അറ്റസ്റ്റേഷൻ ലെറ്റർ വരാൻ 3 months എടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. കാരണം IELTS വിസയ്ക്ക് വയ്ക്കണം. വിസയ്ക്ക് വെച്ച് എനിക്ക് ഏകദേശം 148 days എടുത്തു വിസ വരാനായിട്ട്. ഞാനങ്ങനെ ഡെഫർ ചെയ്യേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിസ പ്രോസസ്സ് ഡിലേ ആയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ജേർണി സബ്മിറ്റ് ചെയ്തത്. ഇതൊക്കെയാണ് ഗൈസ്. താങ്ക് യു.